പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്രായേൽ ഏകപക്ഷീയമായി തുടങ്ങിയ യുദ്ധത്തിൽ താൽക്കാലികമായ ഒരു പരിസമാപ്തി വന്നിരിക്കുകയാണ്. പക്ഷേ അത് ഇസ്രായേലിനോ അവർക്കെന്നും പിന്തുണ നൽകുന്ന അമേരിക്കക്കോ അനുകൂലമായ ഒരു അവസ്ഥയിലല്ല യുദ്ധം അവസാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വളരെ ഏകപക്ഷീയമായിട്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നത്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ വളരെ പ്ലാൻഡായ ടാർഗറ്റഡായ അറ്റാക്കിലൂടെ ഇറാൻ പണ്ട് അറബ് രാജ്യങ്ങളുമായി യുദ്ധം നടത്തിയപ്പോഴുണ്ടായ അറബ് രാജ്യങ്ങളുടെ കപ്പാസിറ്റി പോലെ അല്ല എന്നും വളരെ സ്വയം പര്യാപ്തമായ വളരെ സിസ്റ്റമാറ്റിക്കായ ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധതന്ത്രങ്ങളുമുള്ള ഒരു രാജ്യമാണ് എന്ന് ഇസ്രായേൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തിരിച്ചറിയുന്നു. പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയുയരണം. പക്ഷേ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ള കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം വീണ്ടും നീണ്ടുപോകുന്നു. ആ നീണ്ടുപോകുന്നതിൽ നിന്ന് ഇസ്രായേലിന് തങ്ങളുടെ അയോൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയും അയോൺ ഡോമിന് നിലനിൽക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. തുടർന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയെ ഇടപെടിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ഇസ്രായേൽ സീരിയസ് ആയി മാറുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒരു വലിയ കനത്ത പരാജയത്തിൽ നിൽക്കുകയാണ്. ആ പരാജയം ഒരുപക്ഷെ അമേരിക്ക ഉയർത്തിവിട്ട പ്രൊപ്പഗാൻഡ വാർ ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് പറയാം. 2021 ഓഗസ്റ്റ് 30 അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം നീണ്ട അധിനിവേശത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത്. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 11 പിന്മാറാമെന്നായിരുന്നു അമേരിക്ക താലിബാനുമായി അഫ്ഗാനിസ്ഥാനുണ്ടാക്കിയ കരാർ. എന്നാൽ താലിബാന്റെ അതിശക്തമായ മുന്നേറ്റവും ആ മുന്നേറ്റത്തിന് മുന്നിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവസാനത്തെ വിമാനം, ചാരന്മാരെ ഉൾപ്പെടെ കയറ്റിയിട്ടുള്ള അവസാനത്തെ വിമാനം 2021 ഓഗസ്റ്റ് 30 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പറന്നു വരികയുണ്ടായത്. അതൊരു കനത്ത പരാജയമായിരുന്നു. ആ പരാജയത്തിന് ശേഷമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് വീണ്ടും ഒരു വലിയ പരാജയത്തിലേക്ക് അമേരിക്ക എത്തിയിട്ടുള്ളത്. ആ പരാജയം എന്ന് പറയാനുള്ള കാരണം ഇസ്രായേലിൻ്റെ പ്രേരണയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുന്നു. ആ നേരിട്ടിറങ്ങുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കക്കാരായ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്, നേരിട്ട് ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കെ അവിടെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന്. മറ്റൊന്ന്, ഇത് ഇസ്രായേൽ വെക്കുന്ന കെണിയാണ് എന്നുള്ള ഒരു ചർച്ചയും അമേരിക്കൻ ജനത ഉയർത്തിവിടുന്നുണ്ട്. ഇതിനെ വകവെക്കാതെ അമേരിക്ക ഇടപെടുന്നു. പക്ഷെ അമേരിക്ക ഇടപെടുമ്പോൾ അവിടെ തല ഊരുവാനുള്ള തങ്ങളുടെ ലോക പോലീസ് പദവി നിലനിർത്താനും എന്നാൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെ യുദ്ധങ്ങൾക്ക് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ B-2 ബോംബർ വിമാനങ്ങളുടെ ബോംബ് അത് നേരത്തെ മുൻകൂട്ടി ഇറാനെ അറിയിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തുന്നു. തുടർന്ന് അതുകൊണ്ട് തന്നെ ഇറാന് വലിയ കാര്യമായ നഷ്ടമുണ്ടാവുന്നില്ല. തുടർന്ന് ഇറാൻ റിറ്റാലിയേഷൻ നടത്തുമെന്ന് ഉറപ്പിക്കുകയും ആ റിറ്റാലിയേഷൻ എങ്ങനെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി അമേരിക്ക പരക്കം പായുകയാണ്. അതേസമയം തന്നെയാണ് ഇറാൻ റഷ്യയുമായി ചർച്ച നടത്തി പുതിയ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. എന്നാൽ അവിടെ എന്നും ഏറ്റവും നല്ല നെഗോഷിയേറ്റർക്കുള്ള ഏറ്റവും നല്ല പ്രോബ്ലം സോൾവറായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന ഖത്തർ തന്നെയാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തങ്ങളുടെ സൈനിക കേന്ദ്രത്തിൽ ഒരു നോമിനലായ അറ്റാക്ക് നടത്തിക്കൊണ്ട് ഈ യുദ്ധത്തെ താൽക്കാലികമായി അവസാനിപ്പിക്കാമെന്നുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ റിട്ടാലിയേഷൻ നടത്തി എന്നാവും. അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന് തീരുമാനമെടുക്കുന്നു. എന്നാൽ അവിടെയും ട്രംപ് തൻ്റെ സ്വത്തസിദ്ധമായ രീതിയിൽ ഞാൻ ഇടപെട്ട് എല്ലാം സോൾവ് ആക്കി എന്നുള്ള ലോക പോലീസ് പദവി വീണ്ടും അണിയാൻ ശ്രമിക്കുന്നു. ഇറാൻ അവിടെ വ്യക്തമാക്കിയത് ട്രംപ് ആവശ്യപ്പെടുകയല്ല, യുദ്ധം നിർത്താൻ വേണ്ടി ട്രംപ് ബെഗ് അപേക്ഷിക്കുകയായിരുന്ന തരത്തിലുള്ള ഇറാന്റെ മറുപടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു പരസ്പര ധാരണയോട് കൂടിയുള്ള ഒരു യുദ്ധം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു നോമിനലായ യുദ്ധം നടത്തിക്കൊണ്ട് മേധാവിത്വം നിലനിർത്തുന്നെന്ന് വരുത്താൻ ശ്രമിക്കുകയും എന്നാൽ തങ്ങൾക്ക് ഇറാനുമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ മേഖലയിലുള്ള മേധാവിത്വം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളും ഈ അമേരിക്ക ഒരേ സമയം നടത്തുകയുണ്ടായത്. ഇതിന്റെ ആകെത്തുകയായി സംഭവിച്ചിട്ടുള്ളത് ഇറാൻ കൂടുതൽ ശക്തമായി എന്നുള്ള ഈ യുദ്ധത്തോടു കൂടി ഇറാൻ മേഖലയിൽ തങ്ങളുടെ സ്വാധീനവും തങ്ങളുടെ ശക്തിയും കൂടുതൽ ഉറപ്പിക്കുകയും തങ്ങൾ അജയ്യരാണ് എന്നുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി അമേരിക്കയുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ മാത്രം കേപ്പബിളായ ഒരു രാജ്യമാണ് എന്ന് തെളിയിക്കുക കൂടി ഇതിലൂടെ ചെയ്തിരിക്കുകയാണ്.
ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഇറാൻ തങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്ക തങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പരാജയത്തിലേക്ക് വീണിരിക്കുകയാണ്. ആ രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് 2021 ഓഗസ്റ്റ് 30 അഫ്ഗാനിസ്ഥാനുണ്ടായ പരാജയത്തിന് ശേഷം 2025 ജൂൺ 24 ഇറാന് മുന്നിൽ വെടിനിർത്തൽ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അവിടെ യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും.